ഇസ്രായേൽ നയതന്ത്രത്തിൽ ഒരുങ്ങുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം വല്ലാതെയുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. അതിന് കാർമ്മികത്വം വഹിക്കുന്നത് അമേരിക്കൻ തന്ത്രങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലാണ് എന്നുള്ള സൂചനകളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട്. ഈ അമേരിക്ക ഒന്ന് രണ്ട് തവണ ഇറാനെ ആക്രമിക്കാൻ പോയപ്പോഴും ഇസ്രായേലാണ് തൽക്കാലം ആക്രമിക്കേണ്ട എന്ന് പറഞ്ഞത് എന്നാണ് അത്തരത്തിൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഇതിനിടയിലാണ് നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. അത് വളരെ പ്രധാനമാണ്. പ്രതിരോധം, സുരക്ഷ, തൊഴിൽ, വാണിജ്യം, AI സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനുള്ള ധാരണാപത്രം ഒപ്പിടും. പ്രതിരോധ രംഗത്ത് കൂടുതൽ സഹകരണത്തിനുള്ള തീരുമാനമുണ്ടാകും. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. അല്പസമയത്തിനകം മോദി ഇസ്രായേലിലേക്ക് പുറപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ സേനയുടെ കരുത്തായ അയൺ ഡോം വാങ്ങുന്നതിനുള്ള പദ്ധതിയാണ് ഏറ്റവും പ്രധാനം. അതും ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലൂടെ കൈവരിച്ച സുപ്രധാന പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും ചെയ്യും. കൂടാതെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നവീകരണം തുടങ്ങിയ മേഖലകളിലും കൂടുതൽ സഹകരണം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, നല്ല ബന്ധത്തിലുള്ള രണ്ട് രാജ്യങ്ങളാണ്. നമുക്കറിയാം, പല സാങ്കേതിക വിദ്യകളും ഇസ്രായേൽ പലപ്പോഴും ഇന്ത്യക്കും പകർന്നു നിന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ പുതിയ ലോകക്രമത്തിൽ, പുതിയ സാഹചര്യത്തിലുള്ള ഈ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ഈ സന്ദർശനത്തിലൂടെ പ്രയോജനം പ്രതീക്ഷിക്കണം? രഞ്ജിത്ത്, 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഇസ്രയേലിലേക്ക് പുറപ്പെടും. ടെൽ-അവീവ് എയർപോർട്ടിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അദ്ദേഹത്തെ സ്വീകരിക്കും. 2017 ജൂലൈയിലാണ് ഇതിനു മുൻപ് മോഡി ഇസ്രയേലിൽ എത്തിയത്. ഇത് 2ാം സന്ദർശനമാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യം, സമീപകാലത്ത് ഉണ്ടായ ആനുകാലിക ലോകക്രമത്തിലുണ്ടായ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനം ഏറ്റവും ശ്രദ്ധേയം ആകുന്നത്. കാരണം യുദ്ധഭീതി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരോട് മടങ്ങാൻ ഇന്ത്യ നിർദ്ദേശം നൽകിയിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ ഈ കൂടിക്കാഴ്ച, ഈ സന്ദർശനം ഏറെ നിർണായകമായാണ് മറ്റ് ലോകരാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളൊക്കെ കാണുന്നത്. ഇന്ന് ഇസ്രായേൽ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഇന്ന് രാത്രിയാണ് ഇസ്രായേൽ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നത്. നേരത്തെ ബെന്യാമിൻ നെതന്യാഹുവിനോടുള്ള പ്രതിഷേധ സൂചകമായി ഇന്ന് ഈ പ്രധാനമന്ത്രി സെനറ്റിൽ സംസാരിക്കുമ്പോൾ അത് ബഹിഷ്കരിക്കും എന്ന ഇസ്രായേലിൻ്റെ പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ജെറുസലേം ഇരു നേതാക്കളും ഒരുമിച്ച് സന്ദർശിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന അത്താഴ വിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. മാത്രമല്ല, നാളെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന നിർണായകമായ ഉഭയകക്ഷി ചർച്ചകൾ. പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇസ്രയേലും സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പിടും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രതിരോധം, വാണിജ്യം, അതോടൊപ്പം തന്നെ AI സാങ്കേതികവിദ്യ, കൃഷി അടക്കമുള്ള മേഖലകളിലേക്കും ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ നടക്കുക. നേരത്തെ തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ വകുപ്പ് തല ഉന്നത ഉദ്യോഗസ്ഥരും ഇസ്രയേൽ സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ ഒരു അന്തിമ രൂപത്തിലേക്കുള്ള കാര്യങ്ങളാകും നാളെ നടക്കുക. എന്തായാലും നാളത്തെ ഉഭയകക്ഷി ചർച്ചയിൽ ഏറ്റവും നിർണായകമായി ഉറ്റുനോക്കുന്നത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സഹകരണം തന്നെയാണ്. പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് മറ്റ് ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നു. കാരണം വ്യോമ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ശ്രദ്ധയൂന്നേണ്ടതിൻ്റെ പ്രാധാന്യം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു. ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ ശേഷി അത് ലോക ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് അയൺ ഡോം, അതോടൊപ്പം തന്നെ ആരോ, ഡേവിഡ് സ്ലിംഗ് അടക്കം ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് ലോക പ്രശസ്തമാണ്. ആ സാങ്കേതിക വിദ്യയിലടക്കം ഇന്ത്യയുമായുള്ള സഹകരണം എത്രമാത്രം ഉണ്ടാകും എന്നതാണ് ഈ ചർച്ചയിലൂടെ ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവ്, പ്രത്യേകിച്ച് ആയുധ കയറ്റുമതിയിലടക്കം ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് ഇന്ത്യയാണ്. ആ സാഹചര്യത്തിൽ കൂടി ഈ ചർച്ച ഏറെ നിർണായകമാണ് എന്നതാണ് ശ്രദ്ധേയം. 2020-നും 2024-നും ഇടയിൽ ഇസ്രയേലിൻ്റെ മൊത്തം ആയുധ കയറ്റുമതിയുടെ ഏകദേശം 34% ഇന്ത്യക്കായിരുന്നു. അതും ഏറെ ശ്രദ്ധേയമാണ് ഈ പശ്ചാത്തലത്തിൽ. മാത്രമല്ല, വ്യാപാര മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച ഏതൊക്കെ കാര്യങ്ങളിൽ നടക്കും എന്ന് ഉറ്റുനോക്കുന്നു. ധാരണാപത്രം ഏതൊക്കെ മേഖലകളിൽ ഒപ്പിടും എന്നും ഉറ്റുനോക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം
ഏതാണ്ട് $3.75 ബില്യൺ എത്തിയിരുന്നു. വജ്രങ്ങൾ, അതോടൊപ്പം തന്നെ പെട്രോളിയം, രാസവസ്തുക്കൾ എന്നിവയിലുള്ള സഹകരണമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അത് ഇലക്ട്രോണിക്സ്, ഹൈടെക് ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നീ മേഖലയിലേക്ക് കൂടി വിപുലമാക്കുന്നതിനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഇസ്രയേൽ സന്ദർശനത്തിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ചില നിർണായകമായ സൂചനകൾ നൽകിയിരുന്നു. അതൊരു ഹെക്സഗണൽ അലയൻസ് സംബന്ധിച്ച സൂചനകളാണ് നൽകിയത്. പ്രത്യേകിച്ച് തീവ്ര സുന്നി ഷിയ രാഷ്ട്രങ്ങൾ നിലവിൽ ഉയർത്തുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ നേരിടാൻ ഇന്ത്യയും അതോടൊപ്പം തന്നെ ചില അറബ്, ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി ചേർന്ന് ഒരു ഹെക്സഗണൽ അലയൻസ് ഉണ്ടാക്കുക, ആ അലയൻസ് സംബന്ധിച്ച പ്രഖ്യാപനവും ഒരുപക്ഷെ ഈ 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം നടത്തുന്ന ഇരു നേതാക്കളും സംയുക്തമായി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രതിരോധം, വ്യാപാരം, അതോടൊപ്പം തന്നെ സമകാലിക ലോക സാഹചര്യത്തിൽ പുതിയ സഖ്യ സാധ്യതകൾ അടക്കമുള്ള കാര്യങ്ങളിൽ മോദിയുടെ ഇസ്രായേൽ സന്ദർശനം ഏറ്റവും പ്രധാനമാണ്. അതുതന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നതും. തീർച്ചയായും നമുക്ക് ഏറ്റവും പ്രധാനം, നമുക്കറിയാം അയൺ ഡോമിൻ്റെയൊക്കെ പ്രാധാന്യം ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ ഒരു രാജ്യം, സാങ്കേതികമായി ഏറ്റവും മികച്ചു നിൽക്കുന്ന ടെക്നോളജി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഈ പലപ്പോഴും പലസ്തീൻ ആക്രമണത്തെ, വിദേശ രാജ്യങ്ങളുടെ ആക്രമണത്തെ, 4 ചുറ്റും ശത്രുക്കളുള്ള ഒരു രാജ്യം, ആ ആക്രമണങ്ങളൊക്കെ പ്രതിരോധിക്കുന്ന അയൺ ഡോം സംവിധാനം, അതിൻ്റെ പ്രായോഗികത പലതവണ ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. നമുക്കറിയാം അത് നമുക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളും ആഭ്യന്തരമായി മാത്രമല്ല, ചുറ്റുപാടും ശത്രുക്കളുള്ള ഒരു രാജ്യമാണ്. അയൺ ഡോം വരുന്നതുകൂടി അത് ഏറെ നിർണായകമായ ഒന്നാകും നമ്മുടെ സുരക്ഷിതത്വത്തിലെന്ന് വേണം കരുതാൻ. ഇപ്പോൾ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് യാത്ര തിരിക്കുന്ന തൊട്ട് മുൻപ് ഉള്ള ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഏതായാലും ഏറെ പ്രാധാന്യമുള്ള ഒരു സന്ദർശനത്തിനായി പ്രധാനമന്ത്രി പുറപ്പെടുന്ന കാഴ്ചകൾ പ്രേക്ഷകർക്ക് കാണാം. പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നു. പല ലോകരാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട് നരേന്ദ്രമോദി, എങ്കിൽ പോലും ഇസ്രായേൽ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് പുതിയ ലോകക്രമത്തിൽ എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രധാനമന്ത്രി ഇപ്പോൾ ഇസ്രായേലിലേക്ക് തിരിക്കുകയാണ്. അതിനു മുൻപ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നു, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏറെ നിർണായകമായ ഒരു സന്ദർശനം എന്നുള്ളതാണ് പ്രധാനം. കാർത്തിക്, തുടരാം. ഈ അയൺ ഡോമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് നമുക്ക് പ്രധാനമാണ്. നമുക്കറിയാം ഒരുപാട് ശത്രുക്കൾ ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ശത്രുക്കളെയൊക്കെ ഫലപ്രദമായി നേരിടാൻ നമുക്ക് നിരവധി സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ അയൺ ഡോം പോലെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനം കൂടി വരുമ്പോൾ സ്വാഭാവികമാണ് അത് ഇന്ത്യക്ക് ചെറിയ പ്രയോജനമായിരിക്കില്ല നൽകുക. തീർച്ചയായിട്ടും രഞ്ജിത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ അത്തരത്തിൽ ചില കാര്യങ്ങളിൽ സമാനമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആക്രമണങ്ങൾ, അതോടൊപ്പം തന്നെ ഇറാൻ ഇത്തരത്തിൽ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ പല ഘട്ടത്തിലും നടത്തുന്നു. അത്തരത്തിൽ സമീപ രാജ്യങ്ങളിൽ നിന്ന് വെല്ലുവിളി നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഏതാണ്ട് സമാനമായ ചില സാഹചര്യങ്ങൾ ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചർച്ച എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വ്യോമ പ്രതിരോധ മേഖലയിലാണ് ഇസ്രയേലിൻ്റെ പ്രതിരോധ മേഖലയിലുള്ള സാങ്കേതികവിദ്യ ഏറ്റവും ശ്രദ്ധേയമായി ലോകത്ത് അറിയപ്പെടുന്നത്. അതിൽ ദീർഘദൂര മിസൈലുകൾ, അവ തടയാനുള്ള ആരോ സംവിധാനം, അതോടൊപ്പം തന്നെ ഹെർസോദൂര മിസൈലുകൾ ഒക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഡേവിഡ് സ്ലിംഗ്, ഇതൊക്കെ ഇസ്രയേലിൻ്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സാങ്കേതിക സംവിധാനങ്ങളാണ്. ഈ സംവിധാനങ്ങളൊക്കെ ഇന്ത്യക്കും പ്രത്യേകിച്ച് പുതിയ സാഹചര്യങ്ങളിൽ ഏറെ ആവശ്യമായ കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു നിർണായക ഓപ്പറേഷനിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. S-400 അടക്കമുള്ളവയുടെ ശേഷി ഇന്ത്യ അന്ന് തെളിയിച്ചതുമാണ്. പ്രത്യേകിച്ച് വരും കാല സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇത്തരം സമാനമായ ഒരു സാഹചര്യങ്ങൾ വരും കാലങ്ങളിലും ഉണ്ടായാൽ അതിനെ നേരിടാൻ വ്യോമ പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്താർജിക്കേണ്ടത് അനിവാര്യമാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, അതോടൊപ്പം തന്നെ ആരോ അടക്കമുള്ള ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലടക്കം കൂടുതൽ ചർച്ചകളും ഈ രംഗത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പുത്തൻ ആയുധങ്ങൾ ഇന്ത്യക്ക് നേടുന്നതുമായി ബന്ധപ്പെട്ട കരാറുകളിലടക്കം
ഏർപ്പെടുത്തുന്നതിൽ ഈ സന്ദർശനം നിർണായകമാകുന്നതും. തീർച്ചയായും വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കറിയാം 2017 നരേന്ദ്രമോദി ആദ്യമായി ഇസ്രായേലിലെത്തിയത്. 9 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി വീണ്ടും ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ അതിൽ തിരഞ്ഞെടുത്ത സമയവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യക്കാരോട് US ആക്രമണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്ന് മടങ്ങണം എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു സന്ദർശനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് നിർണായകമായ ചില കരാറുകളിലേക്ക് കാര്യങ്ങൾ കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്.